പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഷെയർ ചെയ്യുന്നത്. പല ആപ്ലിക്കേഷനുകളും ഫില്ല് ചെയ്യുന്ന സമയത്തും ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് തന്നെ ഫോട്ടോ വേണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് PI7 ഫോട്ടോ എഡിറ്റർ എന്നാണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇമേജ് ടൂൾ എന്ന് സെർച്ച് ചെയ്താലും മതി. അങ്ങനെ PI7 ഇമേജ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഫോട്ടോ മേക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് സെലക്ട് ഓർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇമേജ് ഹെയർ എന്ന് പറയുന്നതിന് താഴെയുള്ള സെലക്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുത്ത് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇമേജിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ പല രാജ്യങ്ങളിലും പല രീതിയിലാണ്, പല സൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്ത്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, UK, പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വേറെ രാജ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും താഴെയായിട്ട് നാലാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ക്രോപ്പ് ഫേസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് എത്ര ഭാഗമാണ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഉൾപ്പെടേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 10 to 15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഫോട്ടോ ഇവിടെ കാണാം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് കസ്റ്റമൈസ്ഡ് ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്, അല്ലാതെ ഇവിടെ കൊടുത്തിരിക്കുന്ന കളറുകളുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫോട്ടോക്ക് താഴെയായിട്ട് നിങ്ങളുടെ നെയിമും ഡേറ്റും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ റൈറ്റ് നെയിം ആൻഡ് ഡേറ്റ് ഓൺ ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെയിം എന്ന ബോക്സിലും ഡേറ്റ് എന്ന ബോക്സിലും ജസ്റ്റ് ഒന്ന് കൊടുക്കുക. മറ്റൊരു ഓപ്ഷനാണ് ചേഞ്ച് ക്ലോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെയായിട്ട് നമ്മുടെ ഓൺലൈൻ സബ്മിഷന് വേണ്ടിയിട്ടുള്ള ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.